ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ ഗലാത്യർ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഒന്ന് വായിച്ചാട്ടെ. ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. മതി. ഹല്ലേലൂയ. ഒന്നുകൂടി വ്യക്തമായിട്ട് നിർത്തി വായിക്കണം. ഞാൻ പറയാം. ഗലാത്യർ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരുടെ ശരീരത്തിലാണ്? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ യേശുവിന്റെ ചൂടടയാളം വഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 9-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസിനെ ഹല്ലേലൂയ അവന്റെ ശരീരത്തിൽ ചൂടടയാളം ലഭിക്കുന്നതിന് മുമ്പായി പൗലോസ് ഹല്ലേലൂയ അതായത് ശൗൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് ഹല്ലേലൂയ ഹല്ലേലൂയ ഈ വാക്യത്തിലൂടെ ഹല്ലേലൂയ നമ്മൾ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. അവൻ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് ദമസ്കസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയും സ്ത്രീകളെയും കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. യേശുവിനോട് ചേർന്ന് നടക്കുന്നവർക്ക് എതിരെ ശൗൽ ഹല്ലേലൂയ ഉപദ്രവം ഹല്ലേലൂയ ഹല്ലേലൂയ ഉണ്ടാക്കുകയും അവരെ ഹല്ലേലൂയ കൊലപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. ശൗൽ ഹല്ലേലൂയ ദമസ്കസിലേക്ക് ഹല്ലേലൂയ കുതിരയുടെ മുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ പെട്ടെന്ന് ഹല്ലേലൂയ ആകാശത്തു നിന്നും ഒരു വെളിച്ചം അവന് ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ആകാശത്തു നിന്നും ഹല്ലേലൂയ പെട്ടെന്ന് ഹല്ലേലൂയ ഒരു മിന്നൽ അവന്റെ ശരീരത്തിൽ പതിച്ചു. ഹല്ലേലൂയ. ആ പതിച്ചതാണ് ഹല്ലേലൂയ പൗലോസിന്റെ ശരീരത്തിലെ ചൂടടയാളം. ഹല്ലേലൂയ. 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 അത് ക്രിസ്തു ഹല്ലേലൂയ അയച്ച ഹല്ലേലൂയ വെളിച്ചമാണ്. ആമേൻ. ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ അയച്ച ഹല്ലേലൂയ ചൂടാണ്. ഹല്ലേലൂയ ആ വെളിച്ചം ഏറ്റ് ഹല്ലേലൂയ ഹല്ലേലൂയ അവന്റെ ചുറ്റും ഹല്ലേലൂയ മിന്നി. അവൻ നിലത്ത് വീണ് ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത്
ക്രിസ്തുവിന് ഹല്ലേലൂയ വേണ്ടി ഹല്ലേലൂയ സുവിശേഷം പറയുന്നവർക്ക് എതിരെ ഹല്ലേലൂയ ഹല്ലേലൂയ ദുഷ്ട ശത്രുക്കൾ ഹല്ലേലൂയ ഇപ്പോഴും ഹല്ലേലൂയ ഹല്ലേലൂയ പലരെയും തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പലരെയും ഹല്ലേലൂയ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഇവനെ എങ്ങനെ കൊല്ലാം എന്ന് ഹല്ലേലൂയ ഈ കാലഘട്ടത്തിലും ഹല്ലേലൂയ പല രാജ്യങ്ങളിലും ഹല്ലേലൂയ യഹൂദർക്ക് എതിരെയും ക്രിസ്ത്യാനികൾക്ക് എതിരെയും ഹല്ലേലൂയ മറ്റു ഹൈന്ദവ ഹല്ലേലൂയ സഹോദരന്മാർക്ക് എതിരെയും ഹല്ലേലൂയ കൊലവിളി നടത്തുന്ന ഹല്ലേലൂയ സാത്താന്യ ഹല്ലേലൂയ മാനുഷിക ശക്തികൾ ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഇവിടെ കർത്താവ് ഹല്ലേലൂയ ശൗലിനോട് സംസാരിച്ചത്. ഹല്ലേലൂയ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. ഹല്ലേലൂയ ശൗൽ തിരിച്ചു പറയുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. ഹല്ലേലൂയ യേശുവിനെ ഉപദ്രവിക്കുന്നവർക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ യേശു നൽകുന്ന ഹല്ലേലൂയ വളരെ വലിയ ഒരു മഹത്വം. ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ യേശു ക്രിസ്തുവിലേക്ക് ചേർക്കുന്നു. യേശുവിന് എതിരായി പ്രവർത്തിക്കുന്നവരെ ഹല്ലേലൂയ മിക്കവാറും ഹല്ലേലൂയ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ അവർ പിന്നെ വിശുദ്ധ വേദപുസ്തകം ഹല്ലേലൂയ ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ നാമത്തിൽ അവര് സുവിശേഷം പ്രസംഗിക്കുന്നതാണ്. ഹല്ലേലൂയ ഇവിടെ ശൗലിനോട് യേശു സംസാരിച്ചത്, ഹല്ലേലൂയ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ഹല്ലേലൂയ ആ ശബ്ദം യേശുവിന്റെ ശബ്ദം, യേശുവിന്റെ ശബ്ദം ഹല്ലേലൂയ ശൗൽ കേട്ടു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഹല്ലേലൂയ ഉപദ്രവിക്കുന്ന ഹല്ലേലൂയ 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 അത് യേശുവിനെ ഉപദ്രവിക്കുന്നതാണ്. ഹല്ലേലൂയ നമ്മെ ഉപദ്രവിക്കുന്നവർ ഹല്ലേലൂയ യേശുവിനെ ഉപദ്രവിക്കുന്നവരാണ്. ഹല്ലേലൂയ അതുകൊണ്ട് ഹല്ലേലൂയ വായിച്ചാട്ടെ 7-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. അവനോട് കൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു, എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്ത് എഴുന്നേറ്റ് കണ്ണു തുറന്നാതെ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. ഹല്ലേലൂയ. അപ്പോൾ 3 ദിവസം കണ്ണു കാണാതെ തിന്നുകയും കുടിക്കുകയും ചെയ്യാതെ ഹല്ലേലൂയ 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 അവൻ ഇരുന്ന് 3 ദിവസം ഉപവാസമായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ 3 ദിവസം ഉപവാസം ഹല്ലേലൂയ ആയിരുന്നു. തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയിരുന്നു. സാധാരണ ഉപവാസം നമ്മൾ എടുക്കുമ്പോൾ അറിയാം, ഹല്ലേലൂയ ചൂടുവെള്ളം കുടിക്കും, ഹല്ലേലൂയ ചായ കുടിക്കും, ഹല്ലേലൂയ ഹല്ലേലൂയ അതിനപ്പുറം ഹല്ലേലൂയ നമ്മളൊന്നും കഴിക്കത്തില്ല, ഖരപദാർത്ഥങ്ങളൊന്നും നമ്മൾ കഴിക്കത്തില്ല. ഹല്ലേലൂയ നമ്മൾ ദൈവത്തോട് ഹല്ലേലൂയ പറ്റി ചേർന്ന് ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥനയിൽ മുഴുകി ഹല്ലേലൂയ ആ 3 ദിവസവും നമ്മൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ബലത്താൽ ഹല്ലേലൂയ ശക്തിപ്പെട്ട് ഹല്ലേലൂയ ആ 3 ദിവസം ഹല്ലേലൂയ ദൈവത്തോട് ചേർന്ന് നടക്കും. എന്നാൽ അനന്യാസിന് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ, അടിയൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗലെന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്ന പുരുഷൻ അകത്തു വന്ന്
താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നുവെന്ന് കൽപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തു അനന്യാസിനോട് ഹല്ലേലൂയ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നിട്ട് ഹല്ലേലൂയ അനന്യാസ് കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയുകയാണ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും പിടിച്ച് അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ടെന്ന് പറഞ്ഞു. ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് കർത്താവ് അനന്യാസിനോട് പറഞ്ഞു, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നവർ പാത്രമാകുന്നു. നമ്മളെയൊക്കെ ക്രിസ്തു തിരഞ്ഞെടുത്ത ഓരോ പാത്രങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്നത്. ആത്മശക്തി ഇന്റർനാഷണൽ ചർച്ച് നമ്മൾ ഓരോരുത്തരും ഓരോ പാത്രങ്ങളാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് പ്രകാരം അനന്യാസ് വീട്ടിൽ ചെന്ന് ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മാപൂർണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവന്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലെ വീണു. അവന്റെ കണ്ണിൽ നിന്നും അടഞ്ഞ കണ്ണിൽ നിന്നും ചെതമ്പൽ പോലെ വീണു. അടഞ്ഞ കണ്ണുകളെ തുറക്കുന്ന യേശു ഇന്ന് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അടഞ്ഞ കണ്ണുകളെ തുറക്കുന്ന യേശു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ്, സർവശക്തൻ, ഉയർത്തെഴുന്നേറ്റവൻ, വീണ്ടും വരുന്നവനായ യേശു. അവൻ വരുന്നവനാണ്. സ്തോത്രം ചെയ്തു കർത്താവേ. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച പ്രാപിച്ച അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ഈ ഒരു അനുഭവമാണ് അപ്പോസ്തലനായ പൗലോസിനെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്തുവിന്റെ സഭകൾ സ്ഥാപിക്കുവാൻ ക്രിസ്തു പ്രയോജനപ്പെടുത്തിയത്. പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അപ്പോസ്തലനായ പൗലോസ് അവന്റെ ശരീരത്തിൽ വഹിച്ചു. അവന്റെ ശരീരത്തിൽ വഹിച്ചു. ആ അടയാളം, ആ ചൂടടയാളം ഇനിയും ആരും എനിക്ക് പ്രയാസം വരുത്തരുതേ. എനിക്കിനി ആരും പ്രയാസം വരുത്തരുതേ. ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിച്ചിരിക്കുന്നു. ഇത്രയധികം ചൂടടയാളം വരുത്തിയവർ ഈ ഭൂലോകത്തിൽ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോസ്തലനായ പൗലോസിന് ശേഷം ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഗലാത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നത്, ഇനിയും ആരും എനിക്ക് പ്രയാസം വരുത്തരുതേ. ഞാൻ അത്രയ്ക്കും പ്രയാസപ്പെട്ടവനാണ് ക്രിസ്തുവിന് വേണ്ടി.
ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ എൻ്റെ ശരീരത്തെ ഹല്ലേലൂയ ഉപയോഗിച്ച് ഹല്ലേലൂയ ഞാൻ ചൂട് അടയാളം വഹിച്ചു. ഹല്ലേലൂയ ഇനി ആരും എന്നെ പ്രയാസപ്പെടുത്തരുതേ. ഹല്ലേലൂയ എൻ്റെ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ചൂടടയാളം ഞാൻ ദാ വഹിച്ചും കൊണ്ട് നടക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ചൂടടയാളം ഹല്ലേലൂയ വഹിച്ചുകൊണ്ട് വേണം ഹല്ലേലൂയ 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 ക്രിസ്തുവിനെ കുറിച്ച് ഹല്ലേലൂയ നമ്മൾ പലരോടും പറയുവാൻ. ഇത്തരം വചനങ്ങളാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.